മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് സ്വസ്ഥമായ സമാധാനപൂർണമായ മാനസികാവസ്ഥയും സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യജീവിതത്തിന് അടുക്കും ചിട്ടയും സമാധാനവും സ്വസ്ഥതയും നൽകുന്ന അധ്യാപനങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് നന്നായി അറിയുന്ന, മനുഷ്യൻ്റെ ശക്തിയും ദൗർബല്യവുമെല്ലാം നന്നായി അറിയുന്ന പ്രപഞ്ചനാഥനാണ് മതത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സംവിധാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് സ്വസ്ഥതയും സമാധാനവും നൽകുന്ന അധ്യാപനങ്ങൾ മതം പകർന്നു നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മതത്തിൻ്റെ വിശ്വാസദർശനങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ, പെരുമാറ്റ മര്യാദകൾ ഇതൊക്കെ എടുത്തു പരിശോധിച്ചാൽ മനുഷ്യന് സമാധാനം പകരുന്ന സന്ദേശങ്ങളാണ് മതം നൽകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മതത്തിൻ്റെ മൂല്യങ്ങളും സംസ്കാരങ്ങളും വിശ്വാസ ദർശനങ്ങളുമെല്ലാം മുറുകെ പിടിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു പേടിയോ ഭയമോ ഇല്ലാതെ സ്വസ്ഥമായ സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മളിൽ നിന്നുള്ള സന്മാർഗദർശനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ നിങ്ങൾ അനുവർത്തിക്കേണ്ടുന്ന നിർദ്ദേശങ്ങൾ അത് നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മതത്തിൻ്റെ ശരിയായ വിശ്വാസ ആചാര പെരുമാറ്റ മര്യാദകൾ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾ യാതൊരു വ്യതിയാനങ്ങളുമില്ലാതെ, യാതൊരു തരത്തിലുള്ള വക്രതയുമില്ലാതെ പടച്ച തമ്പുരാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അത് കൃത്യമായി ജനങ്ങളിലേക്ക് പകർന്നു നൽകിയിരിക്കുന്ന വലിയ ദൗത്യമാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചു വന്നിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിലെ മുസ്ലിങ്ങൾക്കിടയിൽ നിരവധി നവോത്ഥാന പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നടുനായകത്വം വഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ, സാമൂഹികമായ, സാംസ്കാരികമായ നിരവധി പ്രവർത്തനങ്ങൾ, നവോത്ഥാന അടയാളപ്പെടുത്തലുകൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലത്തെ പ്രവർത്തനം കൊണ്ട് കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രവർത്തനങ്ങളിലെല്ലാം മികച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നത്, കേരള മുസ്ലിങ്ങൾക്കിടയിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിൽ ആപതിച്ചു പോയിട്ടുള്ള ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയുമെല്ലാം അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വിശ്വാസത്തിലേക്കും അതിലൂടെ ആത്മധൈര്യത്തിലേക്കും നിർഭയത്വത്തിലേക്കും കൊണ്ടുവന്നു എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് ഇവിടെ പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി അകറ്റുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുകയും
പലതിനെയും പേടിച്ചും ഭയപ്പെട്ടും കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഭീതിയില്ലാതെ നിർഭയത്വമുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നിരിക്കുന്ന യഥാർത്ഥ വിശ്വാസം ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നിർഭയത്വമുള്ള തൗഹീദിൽ അധിഷ്ഠിതമായ ആത്മാഭിമാനമുള്ള ചൂഷണമുക്തമായിട്ടുള്ള ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തൗഹീദിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് അത് നിർഭയത്വം നൽകുന്നു എന്നുള്ളതാണ്. കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം അത് പ്രബോധനം ചെയ്ത തൗഹീദിലൂടെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് നിർഭയത്വമാണ്. പലതിനെയും പേടിച്ച് ജീവിച്ചിരുന്ന ആളുകൾക്ക് പടച്ചവനെ മാത്രം പേടിച്ച് ജീവിച്ചാൽ മതി എന്നുള്ള ആത്മധൈര്യവും നിർഭയത്വവും പകർന്നു കൊടുക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നില്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, തൻ്റെ അടിമക്ക് അല്ലാഹു മാത്രം പോരെ? വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി, അല്ലാഹു അല്ലാത്ത പലതിനെയും പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകൾക്കിടയിൽ യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു മാത്രം പോരെ എന്നുള്ളതാണ്. ഫലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ വേറൊന്നിനെയും പേടിക്കേണ്ടതില്ല. മറ്റു പലതിനെയും, പല ബാധയെയും, അതുപോലെ തന്നെ പലതരത്തിൽ മറഞ്ഞ മാർഗത്തിൽ അല്ലാഹു അല്ലാത്ത ആളുകൾ നിങ്ങൾക്ക് ഉപദ്രവം വരുത്തുമെന്നും രോഗം വരുത്തുമെന്നും നിങ്ങളുടെ ജീവിതം അപായപ്പെടുത്തുമെന്നുമെല്ലാമുള്ള വികലമായ പ്രാകൃതമായിട്ടുള്ള വിശ്വാസം അവതരിപ്പിച്ച സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ, സൂക്തങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പറഞ്ഞു, ഫലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ വേറൊന്നിനെയും പേടിക്കേണ്ട, അള്ളാഹുവിനെ മാത്രം പേടിച്ചാൽ മതി എന്ന്. അങ്ങനെ അള്ളാഹുവിനെ മാത്രം പേടിച്ച് കലർപ്പറ്റ തൗഹീദുമായി ജീവിക്കുന്ന ആളുകൾക്കാണ് നിർഭയത്വമുള്ളത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ്. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംന്, യഥാർത്ഥ തൗഹീദുള്ള അള്ളാഹുവിനെ മാത്രം പേടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ തൗഹീദുള്ള ആളുകൾ, പടച്ച തമ്പുരാന് പുറമെ മറ്റു പല സന്ദർഭങ്ങളിലും മറ്റു പലതിനെയും പേടിച്ച് ഭീതിയോടുകൂടി കഴിയുന്ന വേറൊരു സംഘം, ഈ രണ്ട് സംഘങ്ങളിൽ ആർക്കാണ് നിർഭയത്വമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം, യഥാർത്ഥ വിശ്വാസമുള്ള ആ യഥാർത്ഥ ഈമാനിൽ യാതൊരു കലർപ്പുമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ആരാണോ അവർക്കാണ് നിർഭയത്വമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ പ്രഖ്യാപനം കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ ISM-ഉം അതുപോലെ തന്നെ KNM-ഉം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സകല ഘടകങ്ങളും സജീവമായി ഇവിടെ പണിയെടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഭീതിയിൽ അകപ്പെട്ടിരുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ ശാദ്വലമായിട്ടുള്ള തീരത്തേക്ക് വരികയുണ്ടായി. പക്ഷേ ഇതിനിടയിൽ ഇതിനെതിരെ ശക്തമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ശക്തമായി എതിർക്കുകയുമെല്ലാം ചെയ്തിരുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പല രൂപത്തിലായി പ്രചരിപ്പിക്കുന്ന, അതിനെ പുനരാനയിക്കുന്ന ഒരു സാഹചര്യം കേരളക്കരയിൽ കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഉടലെടുത്തു. ഈ സന്ദർഭത്തിൽ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം അതിനെ ശക്തിയുക്തം എതിർക്കുകയും യഥാർത്ഥ തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും ആളുകളെ നിർഭയത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ്. നോക്കൂ, യഥാർത്ഥ തൗഹീദിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച് ഭീതിയിൽ കഴിയുന്ന, അതുപോലെ തന്നെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ള, സ്വന്തം അഭിമാനവും അതുപോലെ തന്നെ മാനവും ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾ എത്രയാണ് കേരളക്കരയിൽ സമീപകാലത്തായിട്ടുണ്ടായിട്ടുള്ളത്. പ്രബുദ്ധരെന്ന് കരുതപ്പെടുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമെല്ലാം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ അപകടത്തിൽപ്പെട്ടുകൊണ്ട്
അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു, അവർക്ക് സമാധാനം നഷ്ടപ്പെടുന്നു, അവരുടെ മാനം നഷ്ടപ്പെടുന്നു. പല സഹോദരിമാർക്കും, പല ആളുകൾക്കും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തൗഹീദിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ചൂഷണമുക്തമാണ് എന്നുള്ളതാണ്. ചൂഷണമുക്തമായിട്ടുള്ള തൗഹീദാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത്. പൗരോഹിത്യം അവതരിപ്പിക്കുന്ന തൗഹീദ് എന്ന് പറയുന്നത് ചൂഷണ വിധേയമാണ്. ഇസ്ലാം അവതരിപ്പിക്കുന്ന യഥാർത്ഥ തൗഹീദ് ചൂഷണമുക്തമായിട്ടുള്ള തൗഹീദ്, വിശ്വാസികൾക്ക് ആത്മാഭിമാനം നൽകുന്ന തൗഹീദ്, വിശ്വാസികളുടെ മനസ്സിലും ജീവിതത്തിലും നിർഭയത്വവും സമാധാനവും നൽകുന്ന തൗഹീദ്, ആ തൗഹീദ് സജീവമായി ഇനിയും ഉറക്കെ പ്രഖ്യാപിക്കേണ്ടുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിൽ പിശാച് കയറും, ശൈത്താൻ രോഗം പരത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഈ പ്രസ്ഥാനം മാട്ടിയോടിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ തന്നെ പുനരാനയിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പവും അസമാധാനവും സൃഷ്ടിക്കാനുള്ള ഈ ശ്രമത്തെ മുജാഹിദ് യുവത നോക്കി നിൽക്കുകയില്ല. ഇത്തരത്തിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും ശക്തിയുക്തം ആർജവത്തോടുകൂടി നേരിടുവാൻ മുജാഹിദ് യുവത സജ്ജമാണ് എന്നുള്ളതാണ് ഈ ഇസ്ലാഹി സംഗമം ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ അന്ധവിശ്വാസം പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും വീണ്ടും വീണ്ടും രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത് യഥാർത്ഥ മുവഹിദുകളായ മുജാഹിദുകളായ നമ്മൾക്ക് വിശ്രമിക്കാൻ സമയമില്ല. മുജാഹിദ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി അന്ധവിശ്വാസങ്ങളെ പുനരാനയിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ശക്തമായി നടക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ മുജാഹിദ് പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുടെ അപകടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആദർശ പ്രബോധന രംഗത്ത് കൂടുതൽ സജീവമായി സജ്ജമായി പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രബോധന രംഗത്ത് നാം കൂടുതൽ ശക്തമാവുക, അതിന് നിമിത്തമാവട്ടെ ഈ പരിപാടി എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.